മാന്യ പ്രേക്ഷകരെ നമസ്കാരം. ന്യൂസ് കഫേ ലൈവിലേക്ക് സ്വാഗതം. അതിനേക്കാളുപരി സ്നേഹത്തോടെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സാർ. സാർ, ഇന്ന് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നറേറ്റീവ് കാണുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിജി ഇതാ പുറത്താവാൻ പോകുന്നു, ലോകത്താകമാനമുള്ള ശത്രുക്കളൊക്കെയാണ് ആർത്തുല്ലസിച്ച് കളിക്കുന്ന രീതിയിലേക്ക്. മാത്രമല്ല ഇന്ത്യ മുന്നണിയാണ് INDI, ഇന്ത്യ എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയുന്നത്. അവർ ഒരു പിണ്ടി മുന്നണിയാണ് എന്ന് നമ്മൾക്കറിയാം. എന്നാൽ അവരാണ് ഇനി ഭരിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വലിയൊരു നറേറ്റീവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ ആവാം സാർ, എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയാണോ ഇനി ഭരിക്കുക, അതോ നരേന്ദ്രമോദിജി ഇനി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് നിന്ന് തന്നെ എവിടേക്കെങ്കിലും നിഷ്കാസനം ചെയ്യേണ്ടി വരുമോ? എങ്ങനെയാണ് ഈ ചാനലുകാരുടെ ഈ ഒരു നറേറ്റീവ്സ്, മാത്രമല്ല ആശങ്കകൾ ഒരുപാട് ആളുകൾക്കുണ്ട് താനും, എങ്ങനെയാണ് ഈ ഒരു നറേറ്റീവിനെ സാർ ആദ്യമായി കാണുന്നത്? ഈ നറേറ്റീവിന്റെ പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ജൂൺ മാസം 4-ാം തീയതി വരെ ചാനലുകൾക്ക് മുമ്പിൽ ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ ആശങ്ക തുടർന്നു കൊണ്ടുപോകണം, സസ്പെൻസ് തുടരണം. ഇപ്പോ ഇന്ത്യ മൊത്തമുള്ള ഒരു അന്തരീക്ഷം എടുത്താൽ BJPക്ക് 400 സീറ്റ് എന്ന് പറയുമ്പോൾ ഇനി 400 ഇല്ലെങ്കിലും 390, 395, 385 ഇത്രയെങ്കിലും ഒക്കെ കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJP അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ 4-ാം തീയതി മാത്രമേ മനുഷ്യൻ TV-യുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുള്ളൂ. അങ്ങനെ പോയാൽ ഈ TV ചാനലുകളുടെ ഒക്കെ അവസ്ഥ എന്താവും? അതുകൊണ്ട് അവർക്ക് ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് അത് വിറ്റ് കാശാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കാവുന്നത് ഈ ഒരു വാർത്തയാണ്. അതായത് രണ്ടു കൂട്ടർക്ക് ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെട്ട് വീടുകളിൽ ഒളിച്ചിരിക്കുന്ന അവരെ TV-യുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇതാ ഇന്ത്യ മുന്നണി വരാൻ പോകുന്നു, ഒന്നും പേടിക്കണ്ട, നിങ്ങളാണ് ജയിക്കുന്നതെന്ന് വരുത്തുക. അപ്പൊ അവർ ചാടി ഇറങ്ങി സജീവമാകും. മറുവശത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആടിനെ പട്ടിയാക്കി എന്ന് പറഞ്ഞ പോലെ ഉള്ള അവസ്ഥയാണ്. ഈ ബുദ്ധിമാനായിട്ടുള്ള വളരെ സാത്വികനായിട്ടുള്ള നേരെ വാ നേരെ പോ എന്ന് മാത്രം ചിന്തിക്കുന്ന ബ്രാഹ്മണനെ പറ്റിച്ചതാണല്ലോ ഈ ആടിനെ പട്ടിയാക്കിയ കഥ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി വരുന്നു, BJP ഇതാ പോവുകയാണ് എന്നൊരു ഒരാൾ പറഞ്ഞു. BJPക്കാരും സംഘപരിവാർ ഒന്നും വിശ്വസിച്ചില്ല. രണ്ടുപേര് പറഞ്ഞു. മൂന്നാമത്തെ ചാനലിൽ കാണുമ്പോ ഇവർക്ക് ഇനി സംശയ, ശരിയാണോ, ഇനി അങ്ങനെ എങ്ങാനും വരുമോ? അപ്പൊ അവരും ആശങ്കയിലായി. അപ്പം NDA മുന്നണിയും ഇന്ത്യ മുന്നണിയിലെയും അനുഭാവികളും അനുയായികളും പ്രവർത്തകരും അവർ വോട്ട് ചെയ്തവരും എല്ലാം ആകപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലായി. ഈ ആശയക്കുഴപ്പം 4-ാം തീയതി ഉച്ച വരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ചാനലുകളുടെ ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ അവര് ഇന്ത്യ മുന്നണി വരുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ശക്തമായി പ്രചരിപ്പിക്കും. ഇതൊരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി 4 ഘട്ടങ്ങൾ ബാക്കിയിരിക്കുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് 3-ാം ഘട്ടം കഴിയുകയും 4 ഘട്ടം ബാക്കിയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളാണ്. അതായത് ഇങ്ങനെ അങ്ങ് പോയാൽ BJP നരേന്ദ്രമോദി വീണ്ടും ഭാരതത്തിൽ വരും. വീണ്ടും BJP നരേന്ദ്രമോദിയും ഭാരതത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്നത്തെ വൻശക്തി രാഷ്ട്രങ്ങൾക്കൊക്കെ അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. ഇപ്പോ ഇറാന്റെ തുറമുഖവും കൂടി നമ്മൾ പിടിച്ചെടുത്തു. ചൈനയും പാകിസ്ഥാനെയും ഞെട്ടിച്ചുകൊണ്ട് ആ തുറമുഖവും കൂടെ പിടിച്ചെടുത്തതോടുകൂടി ലോകം ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്ക മുതൽ ചൈന വരെ എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി വീണ്ടും 3-ാം തവണ ഇന്ത്യക്കുണ്ടായാൽ ഇന്ന് അമേരിക്കയുടെ ലോക പോലീസ് സ്ഥാനത്തേക്ക് ഇന്ത്യ വരും. അത് സാമ്പത്തികം, സൈനികം, രാഷ്ട്രീയം, വാണിജ്യം, സകല മേഖലയിലും വരും. ഇതിന് തടയിടാൻ അവർ നോക്കി, പല പണിയും നോക്കി. സാധാരണ ഇലക്ഷൻ വരുമ്പം കുരിശുപള്ളിക്കിട്ട് കല്ലെറിയുക, ഇതൊക്കെ മെഴുതിരി കത്തിച്ച് നടക്കുക, ഇതൊക്കെ ഇക്കൊല്ലം ഏറ്റില്ല, അതൊന്നും ഏറ്റില്ല. ഇനി അതല്ല, ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അതും നടന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഒരു നറേറ്റീവിന് അവരും കൂടെ പിന്തുണ കൊടുക്കുക. അപ്പൊ ഇന്ത്യയിലെ മീഡിയ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇവരെ എല്ലാം കിട്ടും. ഈ നറേറ്റീവ് കത്തിച്ചാൽ ഇനി ആശങ്കപ്പെട്ടിട്ട് BJP പക്ഷം നിരാശരാവുകയും മറുപക്ഷം ഉഷാറാവുകയും ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന വോട്ടെടുപ്പുകളിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ 2 കാര്യങ്ങളാണ് ഈ നറേറ്റീവിന്റെ സൃഷ്ടിയുടെ പുറകിൽ കളിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സാറേ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ആ രണ്ട് രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം മൃഗീയ ഭൂരിപക്ഷത്തോടെ ആ ഒരു ഭരണം ഓൾറെഡി അതല്ലെങ്കിൽ ആ ഒരു അധീശത്വം ഓൾറെഡി BJP പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതാ BJP തകർന്നമർന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തകർന്നമർന്നു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. മാത്രമല്ല അത്ര കണ്ട് പ്രചാരണം എല്ലാ രീതിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു PR വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഉത്തരേന്ത്യയും ദക്ഷിണയും കൈവിട്ടോ BJP? അതോ നരേന്ദ്രമോദിജി അല്ല ഇനിയിപ്പോ കാവി കളർ കാണുമ്പോഴേക്ക് തന്നെ അവിടെ നിന്ന് ഹൈന്ദവ സമൂഹമായാലും കാവിയുടെ പടയാളികളായാലും അവരൊക്കെ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ വരുന്നത് സാർ? ഇത് ഞാനിപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അടക്കം 36 സ്ഥലങ്ങൾ പ്രദേശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കണക്കുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ബൈജുവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതില് നമുക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് തുടങ്ങാം. ദക്ഷിണേന്ത്യയില് എല്ലാവരും പറയും ദക്ഷിണേന്ത്യയിൽ BJP ഇല്ല, BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. അത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഇപ്പോൾ തന്നെ BJP ആണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി. ഇപ്പോൾ 29 MP-മാരുണ്ട് ദക്ഷിണേന്ത്യയിൽ മാത്രം. 29 MP-മാര് ദക്ഷിണേന്ത്യയിലുള്ള ഒരു പാർട്ടി വേറെ ഇല്ല, വേറെ ഒരു പാർട്ടിക്ക് ഇല്ല. അപ്പോൾ 29-ന് തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മുടെ YSR കോൺഗ്രസ് 22 സീറ്റ്, DMK ഈ 2 പാർട്ടികളാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് MP-മാരുള്ളത്. അതിനേക്കാൾ കൂടുതൽ ദക്ഷിണേന്ത്യൻ MP-മാരുള്ളത് BJP-ക്കാണ്, 29 സീറ്റ്. പക്ഷെ ഇനി വരാൻ പോകുന്നത് വളരെ വലിയ ഒരു അട്ടിമറി വിജയമാണ്. അത് 2 സംസ്ഥാനങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്ത് തുടങ്ങാത്ത ഒരു കാര്യമാണ് ആന്ധ്രാപ്രദേശിന്റെ ഭാവി. ആന്ധ്രാപ്രദേശിൽ ആകെ 25 സീറ്റുണ്ട്, BJP-ക്ക് 0-ആണ്, BJP-ക്ക് ഒരു സീറ്റും ഇല്ല. പക്ഷെ ഇത്തവണ അവിടുത്തെ സഖ്യം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. BJP, തെലുങ്കുദേശം പാർട്ടി, പവൻ കല്യാണിന്റെ പാർട്ടി, ഈ 3 പാർട്ടികൾ ഒന്നിച്ചൊരു സഖ്യമായിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അവിടെ YSR കോൺഗ്രസിന് യാതൊരു സാധ്യതയുമില്ല. കഴിഞ്ഞ തവണ YSR കോൺഗ്രസ് വലിയ തരംഗമായിട്ട് വന്നു. ഇത്തവണ തരംഗമാകാൻ പോകുന്നത് BJP, TDP, പവൻ കല്യാൺ സഖ്യമായിരിക്കും. ഒപ്പം നമ്മൾ ഓർക്കേണ്ടത് അവിടുത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ആ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പവൻ കല്യാണിന്റെ പാർട്ടിക്ക് 21 അസംബ്ലി സീറ്റ് കൊടുത്തു, പക്ഷെ 2 പാർലമെന്റ് സീറ്റേ കൊടുത്തു. BJP-ക്ക് അവിടെ 10 അസംബ്ലി സീറ്റ് കൊടുത്തു, പക്ഷെ 6 പാർലമെന്റ് സീറ്റ് കൊടുത്തു. ബാക്കി മുഴുവൻ TDP എടുത്തു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വളരെ വലിയ ഒരു കണക്കുകൂട്ടലാണ്. ഇവിടെയൊക്കെയാണ് അമിത്ഷായുടെ ഒക്കെ ചാണക്യ തന്ത്രം എന്ന് പറയുന്നത് ശരിക്കും വർക്കൗട്ട് ആകാൻ പോകുന്നത്. ചന്ദ്രബാബു നായിഡു അക്കാര്യത്തിൽ മോശമല്ല. അപ്പൊ ചന്ദ്രബാബു നായിഡുവും അമിത്ഷായും ചേർന്ന് നടത്തിയ ആ നീക്കം പവൻ കല്യാണിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പവൻ കല്യാൺ അവിടെ ഒരു സമുദായത്തിന്റെ ആളും കൂടിയാണ്. അപ്പോ ഈ ഒരു കോമ്പിനേഷന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവിടെ കോൺഗ്രസിന് പറ്റിയിട്ടില്ല, YSR-ന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് 25 ലോക്സഭാ സീറ്റിൽ 20 സീറ്റും ദേശീയ ജനാധിപത്യ സഖ്യം ആന്ധ്രാപ്രദേശിൽ പിടിക്കും. അവിടെ BJP-ക്ക് ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളത് ഓർക്കണം. ഒരു സീറ്റ് പോലും ഇല്ല. ആ ഒരു സീറ്റ് പോലും ഇല്ലാത്ത, മുന്നണിയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആന്ധ്രയില് 20 സീറ്റ് ഒറ്റയടിക്ക് കിട്ടുകയാണ്. 0-ൽ നിന്ന് 20-ലേക്ക് കയറുകയാണ്. ഈ 20 എന്ന് പറയുന്നത് അല്പം കൂടിയാലേ ഉള്ളൂ. ഞാൻ അല്പം കുറച്ച് കൂട്ടിയതാണ് 20 എന്നുള്ളത്. അത് ചിലപ്പോൾ 22 സീറ്റ് വരെ വരാം. അപ്പോൾ ആന്ധ്രാപ്രദേശില് 0-ൽ നിന്ന് 20-ലേക്ക് വരികയാണ്. അതുപോലെ തന്നെ അതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള തെലങ്കാനയില് കഴിഞ്ഞ തവണ BJP-ക്ക് 4 സീറ്റാണ്. തെലങ്കാനയിലെ ആകെ സീറ്റ് 17-ആണ്. ഇത്തവണ അവിടെ BJP-ക്ക് എത്ര കുറഞ്ഞാലും 8 സീറ്റ് കിട്ടും എന്നുള്ളതാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷെ ഞാനത് 7 സീറ്റേ കൂട്ടിയിട്ടുള്ളൂ, ഒരു സീറ്റ് കൂടെ കുറച്ചു. അപ്പോൾ അവിടെ BJP-ക്ക് 7 സീറ്റ് കിട്ടുന്നു തെലങ്കാനയില്. അപ്പോൾ തെലങ്കാനയിലെ 7-ഉം ആന്ധ്രയിലെ 20-ഉം കൂടി കൂട്ടുമ്പോൾ 27 സീറ്റാണ് അവിടെ വരുന്നത്. അതിൽ 23 സീറ്റും കൂടുതൽ വരികയാണ്. തെക്കേ ഇന്ത്യയിൽ നിന്നാണ് ഇത് രണ്ടും. 23 സീറ്റ് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വരികയാണ്. പിന്നെ നമുക്ക് കർണാടകത്തിലേക്ക് നോക്കിയാൽ സത്യസന്ധമായിട്ട് കർണാടകത്തിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ ആകെയുള്ള 28 സീറ്റിൽ 25 സീറ്റും
NDAക്ക് കിട്ടിയിരുന്നു. ഇത്തവണ ഞാനത് അങ്ങനെ കൂട്ടുന്നില്ല. കാരണം കോൺഗ്രസിന് ഭരണമുണ്ട്. അവിടെ നമ്മൾ സഖ്യകക്ഷിയായിട്ട് വന്നിരിക്കുന്ന ജനതാദളിനകത്ത് അപവാദം മറ്റു കാര്യങ്ങളൊക്കെ സ്ത്രീ വിഷയം എല്ലാം കൂടെ കയറി വന്ന് ആകെ മോശമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ ഏറ്റവും കുറച്ച് കൂട്ടുകയാണ്. എല്ലാവരും പറയുന്നത് 22 സീറ്റ്. ഞാൻ കർണാടകത്തിൽ പോയി കർണാടകത്തിന്റെ പൾസ് മനസ്സിലാക്കി. കർണാടകത്തിന്റെ പ്രഭാരിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയാം. അവര് പറഞ്ഞത് എത്ര കുറഞ്ഞാലും 25 എന്നുള്ളത് ഒരു 22 അല്ല 20. ഞാൻ വീണ്ടും 2 സീറ്റും കൂടെ കുറച്ചു, 18 സീറ്റ്. 18 താഴെ പോയില്ല, അത് അങ്ങേയറ്റം ഉറപ്പാണ്. അത് ഞാൻ വളരെ കുറച്ചാണ്. അപ്പൊ കർണാടകത്തിൽ നിന്ന് 18, ആന്ധ്രയിൽ നിന്ന് 20, തെലങ്കാനയിൽ നിന്ന് 7. പിന്നെ നമ്മൾക്ക് തെക്കൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗോവയിൽ ഓൾറെഡി 2 ഉണ്ട്, അത് 2 തന്നെ കിട്ടും, അതിൽ മാറ്റമൊന്നുമില്ല. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ 2 സീറ്റ് കിട്ടും. തമിഴ്നാട്ടിലും ഞാൻ കുറച്ചാണ് കൂട്ടുന്നത്, 2 സീറ്റ് കിട്ടും. പോണ്ടിച്ചേരിയിൽ ഒരെണ്ണം ഉണ്ട്, കാരണം പോണ്ടിച്ചേരി ഭരിക്കുന്നത് BJP ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം BJPക്ക് കിട്ടാൻ പോകുന്നത് 56 സീറ്റാണ്. 29 സീറ്റ് ഉണ്ടായിടത്ത് 56 സീറ്റ് തെക്കൻ ഭാരതത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടും. ഇത് കിട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ, തമിഴ്നാട്ടിലെ പല പാർട്ടികളും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റു പല നീക്കങ്ങളിലൂടെയും കൂടുതൽ ആൾക്കാർ വരാൻ, അതൊന്നും ഞാൻ കൂട്ടുന്നില്ല. 56 സീറ്റ് എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് ദക്ഷിണ ഭാരതത്തിലെ കണക്ക്. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതത്തിലെ ഈ ഒരു മുന്നേറ്റം ദക്ഷിണ ഭാരതത്തിന്റെ മുഴുവൻ കണക്കൂട്ടലും തെറ്റിക്കും. അതായത് ഗോവയിൽ ഇപ്പൊ ഭരണമുണ്ട്, പോണ്ടിച്ചേരിയിൽ ഇപ്പൊ ഭരണമുണ്ട്, ആന്ധ്രാപ്രദേശിൽ ഭരണം കിട്ടാൻ പോകുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാനില്ല. ഈ ലോക്സഭാ ഇലക്ഷനിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഇതാണ് തെക്കേ ഇന്ത്യയുടെ കണക്ക്. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും. ഈ ചർച്ച ഇപ്പോൾ ആരും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്, കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. എല്ലാവർക്കും ഈ വസ്തുതകളൊക്കെ അറിയാം, പക്ഷെ അത് വേണ്ട. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് സമ്മതിക്കില്ല ആ ചർച്ച, അതാണ് കാര്യം. ഇതാണ് ദക്ഷിണേന്ത്യ. ഇനിയിപ്പോ നമുക്ക് മറ്റൊരു ഒരു മേഖല നോക്കാം, അതായത് കിഴക്കൻ ഭാരതം. കിഴക്കൻ ഭാരതത്തില് വടക്ക് കിഴക്കൻ ആ പ്രദേശം എടുത്തു നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശില് 2 സീറ്റാണുള്ളത്, അത് 2 കിട്ടും. ആസാമിൽ 14 സീറ്റാണുള്ളത്, അതിൽ 12 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും. ബീഹാറിൽ 40 സീറ്റ് ഉണ്ട്, അതിൽ 30 സീറ്റ് കിട്ടും. അപ്പൊ ബീഹാറില് 40-ൽ 30 സീറ്റ് കിട്ടും. കഴിഞ്ഞ തവണ 40-ൽ 39 എണ്ണം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതുപോലെ മേഘാലയ 2 സീറ്റ് ഉണ്ട്, അത് 2 കിട്ടും. മിസോറാം 1, അത് കിട്ടും. നാഗാലാൻഡ് 1, അത് കിട്ടും. ഒറീസയില് ആണ് വലിയൊരു മാറ്റം വരാൻ പോകുന്നത്. 21 സീറ്റ് ഉണ്ട്, അതിൽ 16 സീറ്റ് കിട്ടും. അത് കുറച്ച് കൂട്ടിയിരിക്കുന്നതാണ്, ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ 42 സീറ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ 18 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് ഏറ്റവും കുറഞ്ഞാൽ 22 സീറ്റ് കിട്ടും. ചിലർ പറയുന്നത് 25 സീറ്റ് കിട്ടുമെന്നാണ്, ഞാൻ കുറച്ചാണ് കൂട്ടിയിരിക്കുന്നത്. 22 സീറ്റ് കിട്ടും. ത്രിപുരയിൽ 2 സീറ്റ് ഉണ്ട്, 2 കിട്ടും. സിക്കിമിൽ 1 സീറ്റ് ഉണ്ട്, അത് ആ ഒരു സീറ്റ് കിട്ടും. അപ്പൊ കിഴക്കൻ ഭാരതത്തിൽ ആകെ 89 സീറ്റാണ് NDA സഖ്യത്തിന് ലഭിക്കാൻ പോകുന്നത്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ മധ്യഭാരതം, ഉത്തരഭാരതം, ഉത്തരേന്ത്യ, മധ്യേന്ത്യ, കിഴക്കേ ഇന്ത്യ, ഇത് ഞാൻ ഒന്നിച്ചാണ് കൂട്ടുന്നത്. കാരണം അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ കാണികൾക്ക് അത് അത്ര കൃത്യമായി കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ വരാൻ പോകുന്ന സീറ്റുകൾ, ഛത്തീസ്ഗഡിൽ 11 സീറ്റ് ഉണ്ട്, അതിൽ 8 സീറ്റ് NDAക്ക് കിട്ടും. ഗുജറാത്തിൽ 26 സീറ്റിൽ 26 കിട്ടും. ഹരിയാന 10 സീറ്റ് ഉണ്ട്, ഞാൻ പകുതിയെ കൂട്ടുന്നുള്ളൂ, 5 സീറ്റ്. ഹിമാചൽ 4 സീറ്റ് ഉണ്ട്, 4 കിട്ടും. ജാർഖണ്ഡിൽ 14 സീറ്റ് ഉണ്ട്, അതിൽ 8 സീറ്റ് കിട്ടും. മധ്യപ്രദേശിൽ 29-ല് ഒരു സംശയവും വേണ്ട 29 സീറ്റും കിട്ടും. മഹാരാഷ്ട്രയിൽ 48 സീറ്റ് ഉണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ശിവസേന BJPയുടെ കൂടെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനുശേഷം ശിവസേന 2ആയി. പക്ഷെ അതിന്റെ 3/4 പങ്ക് BJPയുടെ കൂടെ നിൽക്കുന്നു, 1/4 ഭാഗം പുറത്തുപോയി. എന്നാൽ അതേസമയം NCP പിളർന്നിട്ട് അജിത് പവാറിന്റെ കൂടെയുള്ളവര് BJPയുടെ കൂടെ വന്നപ്പോൾ അതിന്റെ 3/4 പങ്ക് ഇങ്ങോട്ട് വന്നു.
അപ്പോൾ ഈ രണ്ട് പിളർപ്പുണ്ടായാൽ പോലും അവിടെയും BJP സഖ്യം, ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി കോൺഗ്രസ്, ശിവസേന, NCP ഇതെല്ലാം കൂടെ എത്ര ആഞ്ഞു പിടിച്ചാലും 48-ൽ 28 സീറ്റും NDAക്ക് തന്നെ മഹാരാഷ്ട്രയിലും കിട്ടും. അത് വളരെ കുറച്ചാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. പിന്നെ പഞ്ചാബിലെ 13 സീറ്റിൽ വളരെ കുറച്ചാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്, 4 സീറ്റ് കിട്ടും. പിന്നെ കിഴക്കൻ ഭാരതത്തിൽ വരുന്നത് രാജസ്ഥാൻ 25-ൽ 25 സീറ്റ് കിട്ടും. ഉത്തർപ്രദേശിൽ 80 സീറ്റില് ഞാൻ കുറച്ച് കൂട്ടുന്നു, 70 സീറ്റ് കിട്ടും. 70 അല്ല, തുടർച്ചയായിട്ട് 75 അതിന് മുകളിൽ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറയ്ക്കുന്നു, 70 സീറ്റ് കിട്ടും. ഉത്തരാഖണ്ഡിലെ 5 സീറ്റിൽ 4 സീറ്റ് കിട്ടും. ആൻഡമാൻ നിക്കോബാർ കിട്ടും 1 സീറ്റ്, ചണ്ഡീഗഡ് 1 സീറ്റ്, ദാദ്ര നഗർ ഹവേലി 2 സീറ്റിൽ 2 കിട്ടും. ഡൽഹിയിൽ 7 സീറ്റ്, 7 സീറ്റും കിട്ടും. ഇന്ന് ഞാൻ ഡൽഹിയിലെ പലരെയും വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് കേജ്രിവാൾ അകത്തു പോയതും പുറത്തു വന്നതും പോലും ഡൽഹി ശ്രദ്ധിച്ചിട്ടില്ല. അകത്തു പോയെന്ന് പറഞ്ഞില്ല, പുറത്തു വന്നത് പറഞ്ഞില്ല. അവർക്കിതൊന്നും നേരെയില്ല. അവരെ സംബന്ധിച്ച് അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് കേന്ദ്രത്തിലോട്ടാണെങ്കിൽ BJP, നരേന്ദ്രമോദി. അല്ലാതെ അതുപോലെ ഞാൻ അവിടുത്തെ വീടാന്തരം കയറിയുള്ള വർക്കിനെ കുറിച്ച് ചോദിച്ചു, പുറമേയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചു. റോഡിൽ ഇറങ്ങിയ BJP അല്ലാതെ ആം ആദ്മി പാർട്ടിയെ പൊടി പോലും കാണാനില്ല എന്നാണ് അവിടെ ആൾക്കാർ പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെ ചില പോക്കറ്റുകളിൽ നാമമാത്രമായിട്ട് നടക്കുന്ന ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് നാഷണൽ മീഡിയയും കേരള മീഡിയയും ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഡൽഹിയിൽ പോയി നേരിട്ടിറങ്ങി വഴിയെ നടന്നു നോക്കിയാൽ അവിടെ ആം ആദ്മി പാർട്ടിയും ഇല്ല, പ്രതിഷേധവും ഇല്ല. അവിടെ BJP മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, ഡൽഹി 7-ൽ 7 കിട്ടും. ജമ്മു കാശ്മീർ രണ്ടും കൂടെ 5 സീറ്റാണ് ഉള്ളത്, അതിൽ 3 സീറ്റ് കിട്ടും. ലഡാക്ക് 1 സീറ്റ് കിട്ടും. ലക്ഷദ്വീപ് ഞാൻ കൂട്ടിയിട്ടില്ല, കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. പുതുച്ചേരി 1 സീറ്റ്, അതും കിട്ടും. അപ്പൊ 227 സീറ്റാണ് മധ്യഭാരതം, പടിഞ്ഞാറൻ ഭാരതം, ഉത്തര ഭാരതം ഇത് 3ഉം കൂടി കിട്ടുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കണക്ക് ടോട്ടൽ കൂട്ടിയാൽ 367 സീറ്റ് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. 367. ഇതിൽ നിന്ന് മുകളിലോട്ടല്ലാതെ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ വളരെ കുറച്ചാണ് കൂട്ടിയത്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 2, 4, 8, 10 സീറ്റ് കിട്ടിയാൽ അത് സന്തോഷമുള്ള കാര്യം എല്ലാവർക്കും. ഇനി ഇതിൽ നമ്മൾ കണക്ക് കൂട്ടേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ട്രെൻഡ് ശരിക്കും ഉണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, വരാൻ പോകുന്ന ഇലക്ഷന്റെ മറ്റ് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കും. ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം തീരുമാനമെടുക്കും. ഉദാഹരണത്തിന് ഒറീസയിലെ ബിജു പട്നായിക്, നവീൻ പട്നായിക്കിന്റെ പാർട്ടി BJD തീരുമാനമെടുക്കും. പശ്ചിമ ബംഗാളില് ഒരു പിളർപ്പ് തൃണമൂൽ കോൺഗ്രസിൽ ആസന്നമാണ്. പശ്ചിമ ബംഗാളിലെ 1ാമത്തെ പാർട്ടിയായിട്ടാണ് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ BJP പശ്ചിമ ബംഗാളിൽ 1ാമത്തെ പാർട്ടി ആകുകയാണെങ്കിൽ മമതയുടെ പാർട്ടി നെടുകെ പിളരും. അതിന്റെ നല്ലൊരു വിഭാഗം മഹാരാഷ്ട്രയിലെ ശിവസേന വന്നതുപോലെ, മഹാരാഷ്ട്രയിലെ NCP വന്നതുപോലെ BJPയോടൊപ്പം വരും. ഒന്നുകിൽ BJP ലയിക്കും, അല്ലെങ്കിൽ 2 പാർട്ടിയാണ്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മുതൽക്കൂട്ടായ. അപ്പോൾ ഇങ്ങനെ ചില മാറ്റങ്ങൾ വരാം. ഇങ്ങനെ ഒരു പൊതുവായ മാറ്റം അഖിലേന്ത്യാ തലത്തിൽ വരികയും 3ാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്താൽ തെക്കേ ഇന്ത്യയിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയും ഭൂകമ്പവും തമിഴ്നാട്ടിലായിരിക്കും. തമിഴ്നാട്ടിൽ ഞാൻ പറയാം, ഞാനിപ്പോ 2 സീറ്റാണ് BJPക്ക് കൂട്ടിയിരിക്കുന്നത്. BJP സഖ്യം തമിഴ്നാട്ടില് 2-ലധികം സീറ്റ് മേടിച്ചു എന്നിരിക്കട്ടെ, ഒരു 3, 4 സീറ്റ് അല്ലെ 5 സീറ്റ് ജയിച്ചു എന്നിരിക്കട്ടെ. DMK മുന്നണി തകരും. അവിടെ DMKയുടെ കൂടെ നിൽക്കുന്ന പാർട്ടികൾ കേന്ദ്ര ഗവൺമെന്റിൽ മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ NDA 2 കൈ നീട്ടി സ്വീകരിക്കും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും DMK മുന്നണി തമിഴ്നാട്ടിൽ തകർന്നുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഒരു വലിയ കുത്തൊഴുക്കായിരിക്കും. അപ്പൊ നമുക്ക് കണക്ക് കൂട്ടാൻ വയ്യാത്ത അത്ര വലിയ തോതിലുള്ള ഒരു സീറ്റിന്റെ ഒരു മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് ഈ ഇലക്ഷനിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രതിഭാസം. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എങ്ങനെ വന്നാലും NDA സഖ്യത്തിന് 367 സീറ്റ് മിനിമം
ഈ 367 പ്ലസ് 30 വന്നാൽ 397 ആ പ്ലസ് 30 വരാൻ ഈ പറഞ്ഞ 36 സ്ഥലങ്ങളിൽ ഓരോ സീറ്റ് പോലും കൂടേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ 400 സീറ്റ് എന്ന് പറയുന്നത് അസംഭാവ്യമല്ല. ചിലപ്പോൾ ഈ 400-നപ്പുറം പോകും. ഞാൻ ഈ പറഞ്ഞതുപോലെ തൃണമൂൽ പിളരുകയോ തമിഴ്നാട്ടിൽ ഒരു പിളർപ്പ് സംഭവിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും 400 എന്നുള്ളത് 420 സീറ്റ് വരെ പോയാൽ അത്ഭുതപ്പെടാനില്ല. ഇത്രയും വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കോൺഗ്രസ് പിളരും. കോൺഗ്രസ് പിളരുമ്പോൾ എനിക്കൊരു പേടി, ഈ ആദ്യം BJP-ക്കകത്തോട്ട് ചാടുന്ന രാഹുലും പ്രിയങ്കയും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇനി രക്ഷയില്ലല്ലോ. ഒന്നെങ്കിൽ ഇറ്റലിക്ക് പോകണം, അല്ലെങ്കിൽ NDA-യിലേക്ക് പോകണം. അപ്പൊ ഇറ്റലിക്ക് പോണോ NDA പോണോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങേര് കഴിഞ്ഞ ദിവസം എവിടെ ചെന്നപ്പോ പറഞ്ഞത് കേട്ട്, ഞാൻ കല്യാണമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു, കല്യാണം കഴിച്ച് ഇവിടെ കൂടുവോ അതോ ഇറ്റലി കൂടുവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ആശങ്കകൾ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും വിദേശ ശക്തികളുമാണ്. ഭാരതത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ്. പക്ഷെ എന്തു വന്നാലും അമേരിക്ക മുതൽ ജപ്പാൻ വരെയുള്ളവർ ഒന്നിച്ചു പിടിച്ചാലും ഭാരതത്തെ അട്ടിമറിക്കാൻ സാധ്യമല്ല. ദേശീയ ജനാധിപത്യ സംഘത്തെയും BJP-യെയും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എല്ലാ വൻകരകളിലും എടുത്ത് അവിടുത്തെ എല്ലാ രാജ്യങ്ങളെയും എടുത്താൽ നരേന്ദ്രമോദിയുടെ ഒപ്പം കരുത്തും തലപ്പൊക്കവും ധിഷണാശാലിത്വവുമുള്ള മറ്റൊരു ലോക നേതാവ് ഇന്ന് ലോകത്തൊരിടത്തുമില്ല. നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ അമേരിക്ക, ബ്രിട്ടൻ, ചൈന എല്ലാം കൂടെ ആഞ്ഞു പിടിച്ചാൽ പോലും നടക്കാൻ പോകുന്നില്ല. അത്രയും കരുത്തനാണ്. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന NDA തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ 400 സീറ്റിനോട് അടുത്തോ ഒരുപക്ഷെ 420 വരെ സീറ്റോ നേടിക്കൊണ്ട് അധികാരത്തിൽ വരാനാണ് സാധ്യത. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കാരണവശാലും 367 സീറ്റിന് പുറത്തേക്ക്, താഴേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ദക്ഷിണേന്ത്യയില് BJP ശക്തമായി പിടിമുറുക്കും. ദക്ഷിണേന്ത്യയില് ആന്ധ്രാപ്രദേശ് ഭരിക്കും. അതുപോലെ തന്നെ വലിയ മാറ്റം തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയത്തിലും ഉണ്ടാകും. ഇതാണ് ഈ അവസരത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കാണുന്ന ചിത്രം. ഈ ചിത്രം മാറാം. ഈ ചിത്രം നമുക്ക് അനുകൂലമായി മാറാം, അല്ലാതെ പ്രതികൂലമായി ഒരിക്കലും മാറാൻ പോകുന്നുമില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. സർ, ഈ കേരളത്തിന്റെ 2 സീറ്റ് പറഞ്ഞത് കൊണ്ട് എന്റെ ഒരു കൗതുകം കൊണ്ടുമാണ്. മാത്രമല്ല, നമ്മൾ കേരളത്തിന്റെ ഈ ഒരു ഇലക്ഷന്റെ ഒരു വിശകലനം നമ്മൾ നടത്തിയിട്ടുമില്ല. അപ്പൊ കേരളത്തിന്റെ ഒരു വിശകലനം കൂടി ഒന്ന്, ഇപ്പൊ 2 നമ്മൾ മിനിമം കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ സാറ് മറ്റൊരു ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു, നമ്മുടെ വിപിൻ ലാലിന്റെ ഫാസ്റ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഞാൻ. അത് നിങ്ങൾ തമ്മിൽ ആ ഒരു വിശകലനം നടത്തി ഞാൻ കണ്ടിരുന്നു. ആ രീതിയിലാണെങ്കിൽ നമ്മുടെ മാന്യ പ്രേക്ഷകരോട് കേരളത്തിലെ ആ ഒരു വിശകലനം കൂടി സാറ് എങ്ങനെയായിരിക്കും കാണുക? കേരളത്തിന്റെ ചിത്രം ഇപ്പൊ കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. അന്ന് ഞാൻ ആ ചാനലിൽ സംസാരിച്ചതിനേക്കാൾ കുറെ കൂടി ക്ലാരിറ്റി ഇപ്പൊ വിഷയങ്ങളിൽ നിന്ന്, ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് കേരളത്തില് ഒരു നിശബ്ദമായ തരംഗം 2 ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഈഴവ സമൂഹം, 2 ക്രൈസ്തവ സമൂഹം. അതായത് കേരളത്തിലെ രാഷ്ട്രീയമുണ്ടെന്നൊക്കെ നമ്മൾ പുറമേ പറയുമെങ്കിലും ഇവിടെ എങ്ങും ഒരു രാഷ്ട്രീയവും ഇല്ല. നമുക്ക് കാര്യം പച്ചയായിട്ട് പറയാം. ഇപ്പൊ ബൈജുവിന്റെ ചാനലിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പച്ചയായിട്ട് കാര്യം പറയാം. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വരുമ്പോ എങ്ങനെയാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്? ഇവിടെ ഇലക്ഷൻ വരുമ്പം ആദ്യമായിട്ട് പാണക്കാട്ട് പോകും, എന്നിട്ട് ലിസ്റ്റ് കൊണ്ട കാണിക്കും. അവിടെ പോയി ലിസ്റ്റ് കൊണ്ട കാണിച്ച് അനുവാദം മേടിക്കാത്ത ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് BJP. ബാക്കി CPM ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്ന് വേണ്ട എല്ലാ പാർട്ടികളും പാണക്കാട് കൊണ്ടുപോയി സമർപ്പിക്കും ഈ സാധനം. എന്നിട്ട് ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു തന്നാൽ മതിയോ? പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അവിടെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താം. അപ്പോ കോൺഗ്രസ്സുകാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് പറയും, അതെ ഇതിനകത്ത് മുസ്ലിം പ്രാതിനിധ്യം അല്പം കുറവാണ്, അതുകൊണ്ട് ഇന്നടത്ത് ഇന്ന ആൾക്കാരെ ഇടണം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ആ ലിസ്റ്റും കൂടെ ചേർത്താണ് പിന്നെ കോൺഗ്രസിന്റെ അവസാനത്തെ ലിസ്റ്റ് വരുന്നത്. ഇത് തന്നെയാണ് CPM, ഇത് തന്നെയാണ് CPI, ഇത് തന്നെയാണ് BJP ഒഴികെയുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പാണക്കാട്ടുന്ന ഒരു ലിസ്റ്റ് ഇറക്കുന്നു. പിന്നെ അടുത്തതായിട്ട് പോകുന്നത് നേരെ വെള്ളാപ്പള്ളി നടേശന്റെ സന്നിധിയിലേക്കാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ലിസ്റ്റ് കൊടുക്കും. അത് കോൺഗ്രസും കൊടുക്കും, CPM-ഉം കൊടുക്കും, എല്ലാവരും കൊടുക്കും. BJP പിന്നെ സഖ്യകക്ഷി ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. BDJS BJP-യുടെ കക്ഷിയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് ചെയ്തു. ഇനി നേരെ പെരുന്നേ പോകും. പെരുന്നേ പോയി സുകുമാരനാരുടെ എടുത്തിട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് ചോദിക്കും എങ്ങനെയാ വേണ്ടത്. അപ്പൊ അവിടെ ചില തിരുത്തലുകളൊക്കെ എടുത്ത് ലിസ്റ്റ് കൊടുക്കും.
പിന്നെ ക്രൈസ്തവ സഭകളിലെ ഒത്തിരി സഭയുണ്ട്. ഇപ്പോ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ എന്ന് തുടങ്ങി ഈയിടെ മരിച്ചുപോയ നമ്മുടെ യോഹന്നാന്റെ സഭ വരെയുണ്ട്. അവിടം വരെ കൊണ്ടു നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കിഴിച്ചും ആണ് ഈ ലിസ്റ്റ് പുറത്താക്കുന്നത്. പക്ഷെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന LDF കൺവീനറും UDF കൺവീനറും ആയിരിക്കും. അപ്പൊ നാട്ടുകാർ ധരിച്ചിരിക്കുന്ന ഇതെന്തോ രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ചിഹ്നമില്ല, SNDPക്ക് ചിഹ്നമില്ല, NSSന് ചിഹ്നമില്ല, അല്ലെങ്കിൽ തങ്ങന്മാർക്ക് ചിഹ്നമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് ഈ പൊട്ട മലയാളിക്ക് ഒന്നും മനസ്സിലാകുകയില്ല. അവര് രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്യുകയാണെന്നുള്ള മട്ടിൽ പോയി വോട്ടും ചെയ്യും. നടക്കുന്ന സംഭവം എന്താണ്? പച്ചയായിട്ടുള്ള മത ജാതി രാഷ്ട്രീയമാണ്. ഇവിടെയാണ് ഇത്തവണ മാറ്റം വരുന്നത്. എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം മുതൽ ഇന്ന് വരെ CPMന് മാത്രം വോട്ട് ചെയ്യുന്ന ഈഴവ സമുദായം ഇത്തവണ അതിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനെ കോട്ടയത്ത് മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്നുള്ള ആഹ്വാനത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കോട്ടയത്ത് അട്ടിമറി വിജയം നേടും തുഷാർ വെള്ളാപ്പള്ളി. കാരണം കോട്ടയത്തെ ആകെ വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ അങ്ങനെയാണ്. 63% ഹിന്ദു ഉണ്ട് കോട്ടയത്ത്. എല്ലാവരും ധരിച്ചിരിക്കുന്ന ഈ കോട്ടയം മൊത്തം ക്രിസ്ത്യാനിയാണ്. അങ്ങനെയൊന്നുമല്ല. 63% ഹിന്ദു ഉണ്ട്. ആ 63% ഹിന്ദുവിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് ഈഴവ സമൂഹ, സംശയമില്ല. അതായത് 93 ശാഖാ യോഗങ്ങൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് SNDPക്കുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 5 ശാഖായോഗം മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് CPMന്റെ കൂടെ നിൽക്കുന്നത്. അപ്പോ ബാക്കി വരുന്ന 88 ശാഖായോഗങ്ങളും തുഷാർ വെള്ളാപ്പള്ളി വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം നടപ്പാക്കിയെന്നിരിക്കട്ടെ, വലിയൊരു സ്വിഫ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് LDFന്റെ വോട്ട് വളരെ ഭംഗിയായി NDAയിലേക്ക് വരും. ഇവിടെ ആരും ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ 2 NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ ഇലക്ഷനോടനുബന്ധിച്ച് പുറത്താക്കിയിട്ടുണ്ട്. LDFന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി തെളിച്ച പാലായിലെ CPIക്കാരനായിട്ടുള്ള CP ചന്ദ്രൻ നായരെ പുറത്താക്കി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. കാരണം LDFുമായി സഹകരിച്ചു, പരസ്യമായിട്ട് പുറത്താക്കി. കുന്നത്തുനാട് എന്ന് പറയുന്ന താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് UDFുമായി സഹകരിച്ചതിന്റെ പേരിൽ പുറത്താക്കി. പക്ഷെ നമ്മൾ ഓർക്കണം, BJPയുമായി സഹകരിച്ചതിന്റെ പേരിൽ ഒരു കരയോ മെമ്പറെ പോലും പുറത്താക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരുടെ മനസ്സിൽ ഇപ്പൊ എന്താ വ്യക്തമാണ്. അപ്പോൾ NSSന്റെ പിന്തുണ, SNDPയുടെ പിന്തുണ ക്രൈസ്തവ സമൂഹത്തിന് ഈ ഇസ്ലാമിക സമൂഹം പോലെയല്ല, നല്ല ബുദ്ധിയുണ്ട്. അത് പെട്ടെന്നായിരിക്കും മാറുന്നത്. ഇപ്പം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 5 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുണ്ട് ഇന്ത്യയിലും, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അപ്പോ അരുണാചൽ പ്രദേശിൽ 88% ക്രിസ്ത്യാനി, നാഗാലാൻഡ് 98% ക്രിസ്ത്യാനി, മിസോറാം 67% ക്രിസ്ത്യാനി, മണിപ്പൂർ 52%, മേഘാലയ 54%, ഒരു സംസ്ഥാനം കൂടെയുണ്ട്. പിന്നെ നമ്മുടെ ഗോവ 40%. ഇവിടെ എല്ലാം ഭരിക്കുന്നത് BJPയാണ്. ഈ മണിപ്പൂരിൽ പോലും BJPയാണ് ഭരിക്കുന്നത്, BJP മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും കഴിഞ്ഞ 2-3 തവണയായി തുടർച്ചയായി BJP ഭരിക്കുന്നുവെങ്കിൽ, ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പൊ അവിടെ ഇടലേഖനമുണ്ട്, അവിടെയും BJP ചീത്ത വിളിക്കുന്നുണ്ട്, അവിടെയും ബിഷപ്പുമാർ BJPക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്യുന്നത് BJPക്ക്. കാരണം അതുകൊണ്ടാണ് അവിടെ BJP ജയിക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്ന ബുദ്ധി കേന്ദ്രം എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലെ പല രൂപതകളിലും ഇരുന്നുകൊണ്ടാണ് ഈ വടക്കിഴക്കൻ സ്റ്റേറ്റുകളെ ബിഷപ്പുമാരെ വാഴിക്കുന്നതും അവിടുത്തെ വികാരി അച്ഛന്മാരെ വാഴിക്കുന്നതും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതൊക്കെ അവർക്കറിയാം. അപ്പോൾ അവര് തീരുമാനിച്ചിട്ടുണ്ട് ഇത്തവണ ഇനി അടുത്ത ഒരു 30 കൊല്ലത്തേക്ക് BJP തന്നെ ഇന്ത്യ ഭരിക്കും. ആ കൂടെ നിന്നാൽ വല്ലതും കിട്ടും, എതിർത്ത് നിന്നാൽ മണ്ടത്തരാകും. കാരണം 100,000 കാര്യങ്ങൾ അവർക്ക് നേടാനുണ്ട്. അവർക്ക് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ആശുപത്രികളുണ്ട്, ഓർഫനേജുകളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, ബിസിനസ് ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടാതെ നടക്കില്ല എന്നറിയാം. വിദേശ സഹായം കോടാനുകോടി രൂപ ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഈ പൊട്ടൻ ചെറുക്കന്റെ കൂടെ നിൽക്കുന്നത്? ഈ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് BJP ആകാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇത് മനസ്സിലാക്കിയ സഭാവിശ്വാസികൾ അല്ലെങ്കിൽ സഭാ നേതൃത്വം ഒരു മൗന അനുവാദം കൊടുത്തിട്ടുണ്ട്.
ആ മൗനാനുവാദം വളരെ സക്രിയമായിട്ട് ബൂത്തുകളിലൂടെ അണ്ടർ കറന്റ് ആയിട്ട് അടിയൊഴുക്കായിട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് SNDPയിലും NSSലും ഉണ്ടായ ആ അനുകൂല മനോഭാവം ക്രൈസ്തവ സഭകൾക്കുള്ളിലും ഉണ്ട്. ഇത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് ശരിക്കും നടക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജയിക്കും, ആറ്റിങ്ങൽ ജയിക്കും, പത്തനംതിട്ട ജയിക്കും, കോട്ടയം ജയിക്കും, ആലപ്പുഴ ജയിക്കും, പിന്നെ തൃശ്ശൂർ ജയിക്കും. 6 സീറ്റുകൾ ഈ പറഞ്ഞ ഇക്വേഷനകത്ത് വരുന്നതാണ്. പാലക്കാട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം ഈ ഇക്വേഷൻ പരിപൂർണമായിട്ടും വർക്ക്ഔട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ് പാലക്കാട്. കാസർഗോഡ് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം അവിടെ NSSന് SNDPക്കോ ഈ പറഞ്ഞ ക്രൈസ്തവ സഭകൾക്കോ ഒന്നും സ്വാധീനമുള്ള സ്ഥലമേ അല്ല കാസർഗോഡ്. പാലക്കാട് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ, സ്വാധീനം ശക്തമല്ല. സ്വാധീനം ശക്തമാണെങ്കിൽ നമുക്ക് പാലക്കാടും കൂടെ ഉറപ്പിച്ചു കൂട്ടാനും. പക്ഷെ പാലക്കാട് കൂട്ടിയില്ല എന്നിരിക്കട്ടെ, എന്നാൽ പോലും തൃശ്ശൂർ ജയിക്കാം, ആലപ്പുഴ ജയിക്കാം, കോട്ടയം ജയിക്കാം, പത്തനംതിട്ട ജയിക്കാം, തിരുവനന്തപുരം ജയിക്കാം, ആറ്റിങ്ങൽ ജയിക്കാം. 6 സീറ്റുകൾ കേരളത്തില് BJP ജയിച്ചാൽ 6 സീറ്റ് ജയിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഇനി ഞാൻ പറയാൻ പോകുന്ന സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വരും. മാവേലിക്കര 2ാം സ്ഥാനത്ത് വരും, കൊല്ലത്ത് 2ാം സ്ഥാനത്ത് വരും, അതുപോലെ തന്നെ ആലത്തൂർ 2ാം സ്ഥാനത്ത് വരും, തൃശ്ശൂർ 1ാം സ്ഥാനമാണ്, ചാലക്കുടി എറണാകുളം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, പാലക്കാട് 2ാം സ്ഥാനത്ത് വരും. ഇപ്പോ 4 2ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. കാസർഗോഡ് 2ാം സ്ഥാനത്ത് വരും. 5 6 ജയിക്കുകയും 5 2ാം സ്ഥാനത്ത് വരികയും ചെയ്താൽ ഈ കേരളത്തിലെ 20 സീറ്റുകളിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന, മുൻതൂക്കം നേടുന്ന മുന്നണിയും പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യം ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം മാറാൻ പോവാണ്. ഇത് സംഭവിച്ചു എന്നിരിക്കട്ടെ. പിന്നെ നടക്കാൻ പോകുന്നത്, ഇത്രയും ഒരു മുൻതൂക്കം BJPക്ക് ഉണ്ടായി കഴിഞ്ഞാൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് അപ്പാടെ ഒലിച്ചു വരും BJPയിലേക്ക്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു സംശയവും വേണ്ട BJPയിലേക്ക് വരും. ആർ ബാലകൃഷ്ണപിള്ളയുടെ മകന്റെ പാർട്ടി BJPയിലേക്ക് വരും. ഇതിനേക്കാളൊക്കെ വലിയൊരു ഭൂകമ്പം നടക്കാൻ പോകുന്നത് ലീഗിനകത്തായിരിക്കും. ലീഗിന്റെ അകത്ത് മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാര്, ബിസിനസ് ഉള്ള, ഇൻഡസ്ട്രി ഉള്ള ആൾക്കാര്, അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ളവര് തീർച്ചയായിട്ടും ഇനി BJPയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായി അംഗീകരിക്കാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ അതിനകത്തുണ്ട്. കാരണം SDPI പോലെയുള്ള, PFI പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള, ഇനി പുറത്തു പേര് കേൾക്കാത്ത മറ്റു പലതും ആയ തീവ്രവാദ സംഘടനകൾ ഈ ലീഗിനെ അകത്തു നിന്ന് പിടിച്ചിട്ടുണ്ട്. അത് CPM-നെയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ബദലായിട്ടുള്ള മറ്റൊരു ധ്രുവീകരണം ലീഗിനകത്ത് നടക്കുന്നുണ്ട്. ആ ധ്രുവീകരണത്തിന്റെ ഫലമായിട്ട് ലീഗ് 2ആയിട്ട് പിളർന്നിട്ട് ഒരു ഭാഗം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരും. അതായത് ഈ ജൂൺ 4-ാം തീയതി 4 മണി ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. LDF UDF മുന്നണികൾ പാടെ തകരും. ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം മുൻതൂക്കം നേടുകയും ചെയ്യും. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഉടൻ തകരും. മുസ്ലിം ലീഗ് 2ആയിട്ട് പിളരും. കേരള കോൺഗ്രസുകൾ NDAയിലേക്ക് വരും. ഇതൊക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക. തൊട്ടടുത്ത് വരുന്ന പിന്നാലെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനില് ഇത് ബൂത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ വൻ മുന്നേറ്റമായിരിക്കും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വരിക. ഈ വൻ മുന്നേറ്റം വരുമെന്ന് ഞാൻ വെറുതെ പറയല്ല. ആ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം ഇല്ല, 6 മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ. അപ്പൊ നിയമസഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനെ ഉപയോഗപ്പെടുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ BJPക്ക് വളരെ നല്ല ആസൂത്രണമുണ്ട്. അതിന്റെ പിറകിൽ അതിന്റെയൊക്കെ മാതൃസംഘടനകൾ അതിശക്തമായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ ക്രൈസ്തവ സഭകൾ തക്കം പാർത്തിരിക്കുന്ന ക്രൈസ്തവ സഭകൾ നിർണായകമായ നിലപാട് സ്വീകരിക്കും. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള സകല ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരും NDAയിലേക്ക് മാറും, പരസ്യമായിട്ട് വർത്താനം പറയാൻ തുടങ്ങും. അതോടുകൂടി ഒരു വശത്ത് CPIM-ഉം, CPI എന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ കാര്യം അപ്പോഴേ അറിയത്തുള്ളൂ, CPIM ഒരു ഭാഗത്ത്, മുസ്ലിം ലീഗ് പിളർന്നു പോകുന്ന തീവ്രവാദി വിഭാഗം CPIM-ന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്.
അതായത് ഒരു വശത്ത് BJP നേതൃത്വം നൽകുന്ന മുന്നണിയും മറുവശത്ത് CPM നേതൃത്വം നൽകുന്ന മുന്നണിയും തമ്മിലായിരിക്കും അടുത്ത അസംബ്ലി ഇലക്ഷൻ നടക്കുക. അവിടെ BJP മുന്നണി കേരളം ഭരിക്കും. അതായത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ BJP മുഖ്യമന്ത്രി അധികാരമേൽക്കും എന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു. ഇത് നമുക്ക് നേരിട്ട് കാണാവുന്ന കാര്യം. സർ, നമ്മള് ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞു, അവരുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, ഇവരുടെ അവസ്ഥയൊക്കെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത്. ഇന്ത്യക്ക് ഇനി പൂർണ്ണമായിട്ട് കാണാനുണ്ടെങ്കിലും എല്ലാവരും പെട്ടിയും കുടുക്കൊക്കെ എടുത്ത് വേഗം പോയി കാണുന്നല്ലേ. ജൂൺ 4 കഴിഞ്ഞാൽ ഇന്ത്യ ഇല്ല എന്നാ പറഞ്ഞത്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോ ഇടത് ഉണ്ടാവുമ്പോ ഇന്ത്യ ഉണ്ടാവില്ല. എങ്ങനെയാണ് ആ ഒരു വിലയിരുത്തലൂടെ? അത് പല്ലി ഇല്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറയുന്ന പോലെയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത്. ഇടതില്ല എന്ന് ഇല്ലെങ്കിൽ എന്നവർ പറയുന്നത് ഇടതില്ലാതാകാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവിടുത്തെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അഭയം തേടിയത് അമേരിക്കയിലും ബ്രിട്ടനിലുമാണ്. ചുരുക്കം ചിലർ ഫ്രാൻസിലും ഒക്കെ പോയത് കേട്ടു. ഈ പോക്കാണ് പിണറായി വിജയൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തവണ ഇടതില്ലാതാവുകയും ഇടതിന് ഭാവി ഇല്ലാതാവുകയും ചെയ്താൽ ജയിലിലാണ് ബാക്കി കാലം ഈ കുടുംബം കഴിയേണ്ടി വരുന്നതെന്ന് അയാൾക്ക് അറിയാവുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ എന്തെങ്കിലും സുരക്ഷിതമായ ഒരു താവളം ഒരുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, CPIM 57 സ്ഥാനാർത്ഥികളെ ഇന്ത്യ മുഴുവൻ നേരത്തെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ലോകത്തെ CPIM-ന്റെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 3 or 4 നേതാക്കന്മാരെ എടുത്താൽ അതിൽ ഏറ്റവും പ്രഗത്ഭനാണ് ചൈനയുടെ പ്രസിഡന്റും കൊറിയയിലെ പ്രസിഡന്റും കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയനാണ്. 57 കാൻഡിഡേറ്റ്സിനെ നിരത്തി നിർത്തിയിട്ട് ഇയാൾ എവിടെയാ പോയിരിക്കുന്നത്? ആർക്കും അറിയുന്നില്ല. പോയത് അമേരിക്കയാണോ, അല്ലെങ്കിൽ പോയത് യൂറോപ്പിലാണോ, ഇനി അതല്ല ഗൾഫിലാണോ, ആർക്കും അറിയത്തില്ല. അങ്ങേർക്ക് ഈ ഇലക്ഷൻ എന്നൊരു പ്രശ്നമല്ല. എന്താ കാരണം? 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് കെട്ടും കിടക്കുകയും കുടുംബാംഗങ്ങളെയും പിടിച്ചുകൊണ്ട് ഇയാൾ ഏത് രാജ്യത്താണ് പോയി അഭയം പ്രാപിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ മുന്നൊരുക്കത്തിന് പോയതായിട്ടാണ് ഞാൻ സംശയിക്കുന്നത്. അതാണ് വരാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു നേതാവ് പറഞ്ഞല്ലോ, ഈനാമ്പേച്ചി, മരപ്പട്ടി, എലിപ്പട്ടി ഒക്കെ ആയിരിക്കും ചിഹ്നമെന്ന്. ആ കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ്. 11 ലോക്സഭാ സീറ്റ് കിട്ടുന്നില്ല എങ്കിൽ എവിടെ കിട്ടാനാ? 57 നിർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ കരുണാനിധി ഇയാളുടെ സ്റ്റാലിന്റെ ഔദാര്യം കൊണ്ട് അവിടെ 1-2 സീറ്റ് കിട്ടാം. കേരളത്തില് ആകെ 1 ഉള്ളൂ. അതിപ്പോ 2 കിട്ടിയാൽ പറയും ഞങ്ങൾ 100% വളർന്നു എന്ന് പറയാം. 3 കിട്ടിയാൽ 300% വളർന്നൊക്കെ ദേശാഭിമാനി പറയും. അതല്ലാതെ 11-ലെത്തില്ല. 11-ലെത്താതെ വരികയും 3-4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിക്കുള്ള വോട്ടിന്റെ പെർസെന്റേജ് ഇല്ലാതെ വരികയും ചെയ്താൽ അരിവാൾ ചുറ്റുകയില്ല. ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. ഇനിയിപ്പോ അതിനൊന്നും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ 2 ദേശീയ പാർട്ടികൾ CPIM, CPI അപ്രത്യക്ഷമാകും. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിലും എന്നേക്കുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാൻ മാത്രമല്ല അനുഭവിക്കാനും കഴിയും. അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന റിസൾട്ട്. സർ, ഇവിടെ സത്യത്തില് ഇന്ത്യ മുന്നണിയിലുള്ള അണികൾക്ക് ശരിക്കും ആശങ്ക ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 2 അക്കം തികച്ചാൽ ഭാഗ്യം എന്ന രീതിയിൽ ഇരിക്കുകയാണ്. ഇനി ഒരക്കത്തിൽ നിന്ന് വിട്ടു പോകുമോ എന്ന് പോലും ആ ഒരു ഭയത്തിൽ കൂടിയാണ് അവരിയ്ക്കുന്നത്. പക്ഷെ നമ്മുടെ സത്യത്തിൽ NDAയുടെ അണികളായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളോടൊക്കെ ആശങ്ക പങ്കുവെക്കാറുണ്ട്. ഈ കേൾക്കുന്ന വാർത്ത ശരിയാണോ എന്നൊക്കെ ചോദിച്ച് നാഷണൽ വാർത്താ ചാനലുകൾ, അതുപോലെ നമ്മുടെ പ്രാദേശിക അതിൽ കേരളത്തിലുള്ള വാർത്താ ചാനലുകൾ ഇതൊക്കെ എടുത്തു തന്നുകൊണ്ട് ഇത് കണ്ടോ, നോക്കൂ, മോദിജി ഇതാ ഇതോടുകൂടി പോവുകയാണോ, നമ്മുടെ ഭാരതം കൈവിട്ടു പോയോ എന്ന രീതിയിലൊക്കെ വലിയൊരു ആശങ്കയുണ്ട് നമ്മുടെ അണികൾക്ക് തന്നെ. അത്തരത്തിലുള്ള ആ ആശങ്കപ്പെടുന്ന നമ്മുടെ അണികളോട് അവസാനമായിട്ട് സാറിന് എന്താണ് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാണ്ഡവരുടെയും കൗരവരുടെയും എണ്ണം നോക്കിയിട്ട് കൗരവര് ജയിക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. 11 അക്ഷൗഹിണി പട കൗരവരുടെ പക്ഷത്ത്, കൗരവര് തന്നെ 101 പേര്, പാണ്ഡവരുടെ ഭാഗത്ത് 7 അക്ഷൗഹിണി പട, അതുപോലെ ആകെപ്പാടെ 5 പേര്. ഇവരെങ്ങനെ ജയിക്കാനാ എന്ന് തോന്നുന്ന ഒരവസ്ഥ. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെയാണ്, അതിനേക്കാൾ വ്യക്തമായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ കണക്കുകൾ അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഓരോ സംസ്ഥാനം എടുത്ത് കൃത്യം ഞാൻ എണ്ണം പറഞ്ഞത് അതുകൊണ്ടാണ്.
അതുകൊണ്ട് ആ കണക്കുകളിലൂടെ ഒരിക്കൽ കൂടി ഒന്ന് കടന്നു പോകാൻ ഞാൻ എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ വീണ്ടും വീണ്ടും കണ്ട് ഈ പ്രോഗ്രാം വീണ്ടും വീണ്ടും കാണുമ്പോൾ ഓരോ സംസ്ഥാനത്തും കിട്ടുന്ന സീറ്റുകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതലല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. കൃത്യമായും ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരും. 380 മുതൽ 420 വരെ സീറ്റ് ആയിരിക്കും NDAക്ക് ലഭിക്കുക. കുറഞ്ഞ 380, 370 അങ്ങനെയൊക്കെയുള്ള ഒരു സീറ്റ് ആയിരിക്കും. കൂടിയ 420 സീറ്റ് ആയിരിക്കും. ഇതിലെന്തും സംഭവിക്കാം. ഏതായാലും നല്ല ഭൂരിപക്ഷത്തോടെ, ചരിത്രത്തിൽ ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ആയിരിക്കും നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം ആരംഭിക്കുക. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട, ഒരു സംശയവും വേണ്ട. കൃത്യമായ കണക്കുകൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ കാരണം അവതരിപ്പിച്ചിട്ടുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യം മൂന്നാം തവണയും 4-ാം തീയതി 4 മണി ആകുമ്പോഴത്തേക്കും അധികാരമേൽക്കാവുന്ന അത്ര സുരക്ഷിതമായ ഒരു മഹാഭൂരിപക്ഷത്തിലേക്ക് വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. മാന്യ പ്രേക്ഷകരെ, നരേന്ദ്രമോദിജി, നമ്മുടെ പ്രിയപ്പെട്ട മോദിജി പറഞ്ഞൊരു കണക്കുണ്ട്. 4 വേണോ 40 വേണോ 400 വേണോ എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിജി വെറുതെ ഒന്നുകൊണ്ടും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വെറുതെ ഒന്നും പറയുന്ന ആളുകളല്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചാണക്യ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ അമിത്ഷാജിയുടെ ചാണക്യ തന്ത്രങ്ങളും നരേന്ദ്രമോദിജിയുടെ ആത്മവിശ്വാസവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന എല്ലാ ദേശീയ നേതാക്കളുടെയും ആ ചടുലമായി നീക്കങ്ങളും ഒക്കെ വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ട് 400-ന് മുകളിലേക്ക് തന്നെ NDA കുതിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി കൃത്യമായിട്ടും അതിന്റെ ആ അടിത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ മറ്റൊട്ടേറെ ചാനലുകളിൽ പല രീതിയിലുള്ള വിശകലനം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ടുള്ള പേപ്പർ വർക്ക് നടത്തിയിട്ടും അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെ മാത്രമാണെങ്കിലും ജയസൂര്യൻ സാർ കൃത്യമായിട്ട് ഗ്രൗണ്ട് റിപ്പോർട്ട് കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൃത്യമായിട്ട് 367 മിനിമം ആണ്. അതിന്റെ മുകളിലേക്ക് 380 to 420 വരെ പോകും എന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതും ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാന്യ പ്രേക്ഷകർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 2 സീറ്റ് മുതൽ 8 സീറ്റ് അല്ലെങ്കിൽ 7 സീറ്റ് വരെ കിട്ടാം. അതിൽ തന്നെ 2ാം സ്ഥാനത്ത് വരുന്ന ഒട്ടേറെ സീറ്റുകൾ വേറെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ കണക്കുകൾ വിശദമായി തന്നെ കേൾക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയായാലും മാധ്യമങ്ങളായാലും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വെറും പാഴ്വേല മാത്രമാണ്. അവസാനം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടിയ വെറും ഒരു കച്ചിത്തുരുമ്പ് മാത്രമായിട്ട് കണ്ടാൽ മതി. എന്തായാലും നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ ഇത്ര വൈകിയ വേളയിൽ 10 മണിയായിട്ടും നമ്മളോട് സംവദിക്കാൻ വന്നതിൽ വളരെയേറെ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത്ര വൈകിയ വേളയിലാണെങ്കിൽ പോലും നമ്മുടെ ഈ സംവാദം കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്നേഹം. നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ ജയസൂര്യൻ സാറിന്റെ സമ്മതത്തോടു കൂടി തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.